ഞാൻ ഈ ചിക്കൻ, മീൻ, അങ്ങനെ ചിക്കൻ പോലുള്ള എല്ല്, ചിക്കൻ അല്ലെങ്കിൽ മട്ടൺ അങ്ങനെയുള്ള എല്ലുള്ള ഐറ്റംസ് ആയാലും മീൻ മുള്ളുണ്ടല്ലോ അങ്ങനെയുള്ള ഐറ്റംസ് ആയാലും എങ്ങനെ കഴിക്കും? പാലുണ്ടോ? എന്ത് അവിയലോ? ഹായ്, നമസ്കാരം. മഴ ചെറുതായിട്ടിങ്ങനെ പെയ്യുന്നുണ്ട്. ഞായറാഴ്ച രാവിലെ പള്ളിയിൽ പോയിരുന്നു. 5:30 മണിക്ക് 5:30 മണിക്ക്. അന്നേരം പിന്നെ ഷൂട്ട് ചെയ്തില്ല. പിന്നെ ഇപ്പോഴാണ് ഷൂട്ട് ചെയ്യുന്നത്. ഇപ്പം സമയം എനിക്കൊന്ന് 11:30 എന്തോ ആയി. നല്ല മഴയല്ല, കുറച്ച് മുമ്പ് ഒരു കുഞ്ഞ് വെയിലുണ്ടായിരുന്നു. ഇപ്പോഴേ മഴ പെയ്യാൻ തുടങ്ങിയണ്ട. ഇത് ഡ്രാഗൺ ഫ്രൂട്ടാണോ അമ്മ? ഡ്രാഗൺ ഫ്രൂട്ടാണോ ഇത്? ഡ്രാഗൺ ഫ്രൂട്ട്, പപ്പായ, എന്തൊക്കെയാന്ന് നീ പറ. പാലുണ്ടോ? എന്ത് അവിയലോ? അവിയല് പരുവ. മമ്മിക്ക് ഇഷ്ടപ്പെട്ടോ? വലിയ കാര്യം ഇഷ്ടപ്പെട്ടില്ല. പിന്നെ കളയണ്ടല്ലോ, തൊത്ത് കുടിക്കുമോ എന്നാ പറ്റി. ശരീരത്തിൽ ചെന്നാണല്ല. എല്ലാം കൂടെ അവിയല് വരുമ്പോൾ എന്താണെന്ന് മനസ്സിലാവത്തില്ല. ഞാൻ കുറച്ച് അങ്ങനെ ആസ്വദിച്ച് കുടിക്കുക. മാങ്ങയുണ്ടോ? പപ്പായ, പിന്നെ പാല് ഒഴിച്ചിട്ടുണ്ടെന്ന്. പിന്നെ പാഷൻ ഫ്രൂട്ട്. ഇനിയും മേടിക്കണ്ടായി. ഡ്രാഗൺ ഫ്രൂട്ട് ഒരു വികാരമില്ലാത്ത ജീവിയെന്ന് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഇപ്പം അനുഭവത്തിൽ കിട്ടി. പക്ഷെ പലത് കഴിക്കുന്നതാണ് നാട്ടിലോ. എന്താടി, പുറത്ത് പോകാൻ പറ്റില്ല ഇപ്പം? പുറത്ത് മഴയാ. ഹലോ, പുറത്ത് മഴയാ, ഇപ്പം പോകാൻ പറ്റില്ല കേട്ടോ. മഴയാ, നനയും. ഇങ്ങോട്ട് വാ, കുറച്ച് മുമ്പ് പോകാം. വാടി, പുറത്ത് മഴയാടി, വാടി. ചെപ്പാ ചെബാ, പുറത്ത് മഴയാ എൻ്റെ ചെബ. ഇങ്ങ് വന്നേ, ചോദിക്കട്ടെ. അപ്പം നമ്മൾ ഉച്ചയ്ക്ക് ഭക്ഷണം വയ്ക്കാൻ പോകണം. പരിപ്പ് കറി, മറ്റേ ഗുണ്ടുമുളകില്ലേ, ഉപ്പ് ഇട്ടിട്ടുള്ള സാധനം. ഗുണ്ടുമുളക് എന്തായാലും പറയാം. ആ സാധനം നമ്മൾ ഉപ്പിട്ടിട്ടുള്ള മുളക്, മനസ്സിലായല്ലോ. ഇതെന്ത് മീനാണെന്ന് എനിക്കറിയില്ല. എന്തോ ഒരു മീൻ. 2 പപ്പടം. അയ്യോ, 2 പപ്പടം, സോറി. ഇതെന്നാ മീനാ മച്ചി? മാന്തൽ. പിന്നെ പിന്നെന്താ? പാമ്പാട. ന്യൂസ് വെച്ച് എന്നാ പാമ്പാടയല്ല, സോറി, മമ്മി പറഞ്ഞത് ശരി. വലിയ ആളായിട്ട് ഒപ്പച്ചിട്ട് ടാക്കിൾ ചെയ്തതല്ലേ.
ഇപ്പം കഴിച്ചിട്ട് കേട്ടോ. സെബ ഇപ്പോൾ ദേ ഈ തീറ്റ മാത്രമേ കഴിക്കത്തുള്ളൂ കേട്ടോ. ഇതെങ്ങനെ മാറ്റിയെടുക്കണമെന്ന് എത്ര നോക്കിയിട്ടും മനസ്സിലാവണില്ല. പഠിച്ച പണി 18 നോക്കിയിട്ടും അവൾ ഇതേ കഴിക്കും, വേറെ ഒന്നും അവൾ കഴിക്കത്തില്ല. അതെന്ത് ചെയ്തതേ ഇത് എങ്ങനെ മാറ്റണമെന്ന് എന്തായാലും വെച്ചിട്ട് ഞങ്ങൾക്കൊരു പിടുത്തമില്ല. ഞങ്ങൾ പലരും പല വഴിയും നോക്കി. ഞങ്ങൾക്ക് ആർക്കെങ്കിലും പൂച്ചക്കുട്ടികളുണ്ടെങ്കിൽ അതങ്ങൾക്ക് ഈ ശീലം കൊണ്ട് നിങ്ങളെല്ലാം മാറ്റിയെടുത്തിട്ടുണ്ടെങ്കിൽ എന്ന് കമൻറ്റ് ചെയ്താൽ സന്തോഷം. ഇതിപ്പോൾ മിക്കവാറും ഇവിടെയൊക്കെ പോയല്ലോ. ഇതിപ്പോൾ മിക്കവാറും ഒരു ദിവസം അല്ല ഒരാഴ്ച അല്ലെങ്കിൽ ഒന്നര ആഴ്ചയൊക്കെ ഒന്ന് പോവുള്ളൂ. കപ്പ വറുത്തത് തട്ടല്ലേ ഊണുണ്ടോ? ഇല്ല. ഇല്ല നോക്കിയിട്ട് നിന്റെ വിചാരം നീ കഴിക്കുന്നതാണോ? ചെറിയ പീസിട്ട് കൊടുക്കും തിന്നൊന്നുമില്ല, വെറുതെ കുടിപ്പിക്കുന്നിപ്പം. പിന്നെ ചപ്പാത്തി ഇതേ മട്ടൻ കറിയാണ് കേട്ടോ. ഓക്കെ, ഇപ്പോൾ കഴിച്ചിട്ടാണ്. പാതി വെളിച്ചത്തിലൂടെ ഞാൻ ഈ ചിക്കൻ, മീൻ, അങ്ങനെ ചിക്കൻ പോലുള്ള ചിക്കൻ അല്ലെങ്കിൽ മട്ടൻ അങ്ങനെയുള്ള എല്ലുള്ള ഐറ്റംസ് ആയാലും മീൻ മുള്ളുണ്ടല്ലോ അങ്ങനെയുള്ള ഐറ്റംസ് ആയാലും എങ്ങനെ കഴിക്കും? നിങ്ങൾക്കിപ്പം മുള്ളായാലും എല്ലായാലും കാണാൻ പറ്റും, കണ്ടത് കഴിക്കാൻ പറ്റുമല്ലേ? ഞാൻ ടച്ചിലൂടെയാണ് അറിയുന്നത് കേട്ടോ. തൊട്ട് മനസ്സിലാക്കും, എല്ലും മുള്ളൊക്കെ തൊട്ട് മനസ്സിലാക്കും. പിന്നെ അഥവാ ഈ ചോറിനടയ്ക്കാണ് മുള്ളുണ്ടെങ്കിൽ അത് നമ്മൾ വായിലിടുമ്പം നമ്മൾ ഈ നാക്കും കൊണ്ട് നുണയുമല്ലോ, നുണഞ്ഞ് കണ്ടുപിടിക്കും. അപ്പം അങ്ങനെയാണ് ഞാൻ ചിക്കനായാലും അതായത് എല്ലുള്ളതായാലും മുള്ളുള്ളതായാലും കഴിക്കുന്നത് അങ്ങനെയാണ്. ഓക്കെ, അത് എങ്ങനെയാണെന്ന് കാണണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഞാനിടയ്ക്ക് കസിൻസൊക്കെ ഒരുമിച്ച് കൂടുമ്പോൾ ലൈറ്റ് ഇല്ലാതെയൊക്കെ ചിലപ്പോൾ ഇരുന്ന് കഴിക്കും. ഇപ്പോൾ ഒരു ലൈറ്റ് വേണ്ടേ, അപ്പോൾ നമ്മൾ ലൈറ്റ് ഉള്ളത് ഇല്ലാത്ത കണക്കല്ലേ തമാശയ്ക്ക് ഞാൻ പറയാറുണ്ട് കേട്ടോ. തമാശയാണ്, അങ്ങനെ പറയാറുണ്ട്. അപ്പോൾ ഏതായാലും ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇത് വാട്ടായി ഈറ്റിൻ്റെ ഇടയിൽ നിന്ന് പ്ലാൻ ചെയ്തെടുത്ത് അല്ലാത്തതുകൊണ്ട് രാവിലെ കഴിച്ച ഭക്ഷണം എനിക്കെടുക്കാൻ പറ്റിയില്ല. രാവിലെ കഴിച്ച ഇഡ്ഡലിയും ചമ്മന്തിയും പിന്നെ ഒരു മുട്ട പുഴുങ്ങിയതുമാണ് കേട്ടോ. അപ്പോൾ അതെനിക്ക് രാവിലെ എടുക്കാൻ പറ്റുള്ളൂ. ഞാൻ രാവിലെ പ്ലാനിങ് ഉണ്ടായിരുന്നില്ല വാട്ടായി ഈറ്റിൻ്റെ എടുക്കാമെന്ന്, എടുത്തുനിന്നപ്പോൾ അങ്ങനെ ആയിപ്പോയതാണ്. ഓക്കെ, അപ്പോൾ ഏതായാലും നമുക്ക് നാളെ കാണാം. ബൈ.